മോളെ, നിങ്ങൾ ഏതു നേരം അടുക്കളയിൽ പണിയെടുത്തോണ്ട് നിൽക്കണ്ട. പിന്നെ ഇത് മാസം 2 ആയിട്ടുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞ അതുപോലെ ചെയ്യണം. ഒരുപാട് ദേഹമുളകാനൊന്നും നിൽക്കണ്ട. മരുന്ന് കറക്റ്റ് ടൈമിന് കഴിക്കണം. പിന്നെ മോൾക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇപ്പൊ കിടന്നോട്ടാ. എന്റെ അമ്മ എന്ത് വിചാരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും ഇവിടെ നിൽക്കണ്ട കേട്ടോ മോളെ. ഇല്ല അമ്മേ, ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. ക്ഷീണം ഉണ്ടെങ്കിൽ ഇരുന്നാ പോരെ, ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തോളാം. എന്നാ പിന്നെ മോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിയെടുത്താൽ മതി കേട്ടാ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്താ കറി ഉണ്ടാക്കണ്ടേ? ചിക്കൻ വാങ്ങിട്ട് വരാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത്. മോള് കഴിക്കോ? അമ്മ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണ്ട. ഇവിടെ എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് മതി. അത് നല്ല കാര്യമാണ് മോളെ. നമ്മൾ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് അത് കഴിക്കാൻ പറ്റുന്നതിന്റെ വലിയ ഭാഗ്യമാണ്. ചിലവർക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല, എന്തിനെങ്കിലും മണം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. പക്ഷെ മോൾക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലാലോ. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മോൾ അമ്മനോട് പറയണം കേട്ടോ. മനസ്സിൽ വെച്ചിരിക്കരുത്. ഭർത്താവിന്റെ അമ്മയാണ് എങ്ങനെയാ പറയാ എന്നൊന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. എന്താണെങ്കിലും മോൾക്ക് അമ്മനോട് പറയാം. അത് പിന്നെ അല്ലെങ്കിൽ ഞാൻ അമ്മനെ അങ്ങനെ തന്നെയല്ലേ കാണുന്നേ. മോളെ, ഈ പണ്ടത്തെ കാലത്തൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാ. എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ അമ്മായിയമ്മമാരിനെയൊക്കെ കാണാണ്ട് കഴിക്കണം. ഞാൻ നിന്റെ ഭർത്താവ് എൻ്റെ മൂത്തമ്മൻ അവരെ ഗർഭിണിയായ സമയത്ത് എൻ്റെ അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും എനിക്ക് വേണോ കഴിക്കാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം കുറച്ച് ചിപ്സ് കഴിക്കാൻ. ഞാൻ പറഞ്ഞാൽ കുറച്ച് ചിപ്സ് എന്തെങ്കിലും വാങ്ങിച്ചെറിയായിട്ടാണ്. ഒരു 100 ഗ്രാം ചിപ്സ് കൊണ്ടുവന്നു. അത് എവിടെ വെക്കണം എന്ത് വെക്കണം എന്ന് അറിയാണ്ട് അച്ഛൻ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് ഞാൻ അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ കിടക്കിന്റെ അടിയിൽ കൊണ്ട് വെക്കുന്നു. അച്ഛൻ കിടക്കിന്റെ അടിയിൽ കൊണ്ട് വെച്ചു. അതെന്റെ അമ്മായിമ്മ എങ്ങനെയോ കണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ തന്നെ ഇതാ വരുന്നു എൻ്റെ അമ്മ പറഞ്ഞ അമ്മായിയമ്മ വന്നിട്ട് മോളെ ഈ കിടക്കയൊക്കെ എടുത്ത് ഒന്ന് പുറത്തിട്ട് നമുക്കൊന്ന് ഉണങ്ങിക്കോട്ടെ നല്ലതാണ് എന്ന് പറഞ്ഞു. കിടക്ക ഇങ്ങനെ പുറത്തിടാൻ വേണ്ടി അമ്മ വലിക്കലും ആ ചിപ്സ് ഒന്ന് താഴെ വീഴും. എൻ്റെ മോളെ അന്ന് അവിടെ ഉണ്ടായൊരു പുകിലുണ്ടല്ലോ. പിന്നെ അച്ഛനും സ്വയം നമുക്ക് കൊടുത്തില്ല. എനിക്കോ കള്ളത്തി എൻ്റെ മോനെ കൊണ്ട് കാണാണ്ട് വാങ്ങിയിട്ട് കഴിക്കുകയാണ് പറഞ്ഞ കള്ളപ്പേര് എനിക്കും. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ആവശ്യമില്ല ഹോട്ടലിൽ പോയി വാങ്ങുക കഴിക്കുകയൊക്കെ ചെയ്യാൻ. പിന്നെ അമ്മായി മരുമകന്മാരും നമുക്കൊക്കെ ഫ്രണ്ടിനെ പോലെ തന്നെ ഇപ്പൊ പെരുമാറുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുകയായിരുന്നു ഞാൻ വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു അമ്മന്റെ കാലത്ത്. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. മോളെ, അല്ല നീ എന്താ കരയുന്ന? എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ അങ്ങോട്ട് വരാനോ? മോളെ, നിന്നെ കെട്ടിച്ചു കൊടുത്ത വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് ഇവിടുന്ന് അച്ഛനും അമ്മയ്ക്ക് അവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കുക. ഇതിന്റെ എന്ത് സ്വഭാവം അത്? അതൊന്നും സാരമില്ല. ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. നീ അത് സോൾവ് ചെയ്ത് അവിടെ ഇരിക്കില്ലാന്നോ? എന്താ കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളൊക്കെ ക്ഷമിച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അമ്മ പറയും. നിന്റെ അമ്മനെ കൊണ്ട് അതിന്റെ ഭർത്താവിനെ കൊണ്ട് അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല. നിന്നെ കൊണ്ട് ഒരു വിഷമം അവർക്ക് ഇല്ലാണ്ടിരുന്നാൽ മതി. ശരി ശരി എന്നാ വെച്ചോ. വെറുതെ അവർ നിൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു തരേണ്ടത്. ശരി. എന്താ അമ്മേ, ലച്ചനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി. അവൾ അങ്ങനെ കുത്തി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റും. നല്ലൊരു കുടുംബം അവൾ കിട്ടിയിരിക്കണം. നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടുകൂടി കഴിയുന്ന കുടുംബം. നല്ല ഭർത്താവ്, നല്ല അമ്മായിയമ്മ. മോള് കണ്ടതല്ലേ. ഇവളുടെ സ്വഭാവം തീരെ ശരിയല്ല. അതുകൊണ്ട് അവരുടെ കൂടെ അവിടെ ഒരു പ്രശ്നമില്ല. അതൊക്കെ അങ്ങ് ശരിയാവും അമ്മേ. മോള് കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. അമ്മ അങ്ങോട്ട് പോകട്ടെ അടുക്കളയിലേക്ക്. മോന്റെ കോളാണല്ലോ. ഹലോ. ആ മോനെ. അവള് സുഖമായിരിക്കുന്നടാ. നീ എന്താടാ അമ്മൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോളെ നോക്കാൻ എനിക്കറിയില്ല. ഞാൻ അവളെ പൊന്നു പോലെ നോക്കും. പിന്നൊരു കാര്യമുണ്ട്, നിന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ കേട്ടില്ല. പണിയെടുക്കണ്ട പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊന്നും അമ്മ ചെയ്യിപ്പിക്കുന്നതല്ല കേട്ടോ. അവള് സ്വന്തമായിട്ട് ചെയ്യുക. ആ ശരി മോനെ, ശരി. നീ എന്നാ അവളെ വിളിക്കും. ശരി എന്നാ, നമുക്ക് ഇത്തിരി പണിയുണ്ട്. ശരി മോനെ. 2 വർഷം കാത്തിരുന്നിട്ടാണ് ഗർഭിണിയായതിൻ്റെ മോളെ. എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്? എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല അമ്മേ, ടെൻഷനൊന്നുമില്ല. ഏട്ടൻ പോയിട്ട് 7 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഡെലിവറി സമയത്ത് വരാൻ പറ്റുമോ, ലീവ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതിനെക്കുറിച്ചൊന്നും മോളെ ആലോചിക്കണ്ട. എന്തായാലും ഇപ്പൊ പോയപ്പോഴും ജോലി മാറ്റം കിട്ടിയിട്ടില്ല അവന്. അതല്ലേ എനിക്ക് ജനിക്കാൻ പോണ കുഞ്ഞിന്റെ ഭാഗ്യ. എൻ്റെ മോനെ എന്തായാലും എത്താതിരിക്കില്ല. 2 വർഷം കാത്തിരുന്നിട്ടല്ലേ കുഞ്ഞിന് നമുക്ക് കിട്ടിയത്. അവന് കാണാൻ വരാതിരുന്നാണ് സമാധാനം ഉണ്ടാവുക. ഡെലിവറി ടൈമിൽ എന്തായാലും അവന് എത്തും. മോൾ അതിനെക്കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എനിക്കിപ്പോൾ അതല്ല ടെൻഷൻ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മോള് വീട്ടിലേക്ക് പ്രസവത്തിന് പോവുകയല്ലേ.
ഞാനിവിടെ ഒറ്റപ്പെട്ട പോലെ ആവില്ലേ? ഞാനിവിടെ നോക്കാന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാരുണ്ടോ സമ്മതിക്കുന്നത്? അവരെന്തായാലും ഇപ്പൊ അച്ഛനും അമ്മയും എല്ലാവർക്കും സമാധാനം ഉണ്ടാവില്ലല്ലോ. അതൊന്നും പ്രശ്നമല്ല. എൻ്റെ മോള് പോയിട്ട് നല്ലൊരു തങ്കക്കൊട്ടിനെ പ്രസവിച്ച് അമ്മന്റെ കൈ കൊണ്ടെത്താം. അത് മതി അമ്മയ്ക്ക്. ഭാവി ഉറങ്ങടാ. എന്തിനാ കരഞ്ഞത്? പൊന്നേ ഉറങ്ങ കേട്ടോ. മോളെ കുഞ്ഞുറങ്ങിട്ടോ. പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്തപ്പോഴേ ആളെങ്ങനെ നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട്. അമ്മേ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, അതാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പൊ അവർ ഉറങ്ങി എണിക്കുമ്പോഴേക്കേ നമുക്ക് കൊടുത്ത എല്ലാ പണിയും കഴിക്കാം. പിന്നെ അവരെന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് അവനോട് നമുക്ക് കളിക്കാലോ. ഉറങ്ങിയാ മോളെ? ഇല്ലമ്മേ, തൊട്ടിൽ കിടത്തുമ്പോഴേക്ക് കരയാ, ഉറങ്ങുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, കുഞ്ഞിന് ബെഡിൽ കിടത്തിയിട്ടേ മോള് കുറച്ചു നേരം അവിടെ കിടന്നോ. പിന്നെ അങ്ങനെ ചൂടാകുമ്പോൾ ചൂട് കൊണ്ട് കുഞ്ഞങ്ങ് ഉറങ്ങിക്കോളുമല്ലോ. മോളെ ആ എന്താ മോളെ, നീ നേരത്തെ വിളിച്ചല്ലേ ഉള്ളൂ, അപ്പൊ എന്ത് വരുന്ന കാര്യം പറഞ്ഞില്ല? ഇരിക്കേ. എന്താടി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നമുണ്ടോ ചോദിച്ചോണ്ടിരിക്കണ്ട. ആ ഇതാരാ വന്നിരിക്കുന്നേ? ഭാവി ഇതാരാ വന്നിരിക്കുന്നൊക്കെ? ആന്റി വന്നിരിക്കുന്നത്. ലച്ചു ഒറ്റയ്ക്കാണോ വന്നേ? എന്താ ലച്ചു, അല്ല എന്തെങ്കിലും പറഞ്ഞു നിന്നെ? അത് ഞാൻ ചോദിക്കുമ്പോ ഒരു കാര്യം പറയുന്നില്ല മോളെ, മുഖം പിറിപ്പിച്ചോണ്ട് ഈ ഇരിപ്പാ. എനിക്കെന്ത് പ്രശ്നം, നിനക്കെന്താ? നീ സുഖിച്ചല്ലേ ഇവിടെ ഇരിക്കുന്നേ? നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. മോളെ നീ കുഞ്ഞിനെ എടുത്താകത്ത് വാ. ഇവിടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. എന്താ മോളെ, നീ അവളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? 2 വർഷം കുട്ടികളില്ലാണ്ട് കാത്ത് എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് കിട്ടിയ കുഞ്ഞാത്. അതിൻ്റെ ഒന്ന് മുഖത്ത് നോക്കി അതിനൊന്ന് സ്നേഹിക്കുകയോ ഒന്നുമില്ല. നീ അതാ തൂവൽ എടുക്കാൻ വേണ്ടി വന്നതാ? ആ അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയ്ക്കിനോട് ഒരു സ്നേഹവും ഇല്ല. ഇന്നലെ വലിഞ്ഞു കയറി വന്നോണ്ടല്ലേ അമ്മയ്ക്ക് സ്നേഹം. വലിഞ്ഞു കയറി വന്നതല്ല അവള്, അതെന്റെ മോന്റെ ഭാര്യ. നീ എന്താ, നിനക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് പറഞ്ഞാൽ വന്നത് അവളെ കൊണ്ടാ കാണിക്കുക? അവൾ എന്ത് ചെയ്തു നിന്നെ? നല്ല സ്വഭാവം മോളെ, ഇതല്ലേ നിന്റെ സ്വഭാവം. നീ അതന്നെയാണ് അവിടെ ചേരാണ്ട് ഇടയ്ക്കിടയ്ക്കാണ് ഓരോന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. വിളിച്ചത് പോയിക്കോട്ടെ, ഇന്ന് നീ എപ്പോഴാണ് പോകുന്നത്? അവരടുത്ത് പറഞ്ഞിട്ടാണോ നീ വന്നത്? മോളെ കുഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ, നീ എവിടെയാ? പൊന്നുഷേ പൊന്നു ഞാനോട്ടോ. നമ്മുടെ കുട്ടി കരയില്ല. എന്തിനാണ് കരഞ്ഞത് കുഞ്ഞ്? എന്തിനാണ് കരഞ്ഞത്? വാവേ പൊന്നുഷേ, എന്നാ കുഞ്ഞിൽ നിന്ന് എടുക്ക്. അയ്യേ ഇത് എന്ത് പെണ്ണത്? വേറെ പെണ്ണ് കയറി പോകുന്ന എന്റെ കുഞ്ഞിനൊന്നും മുഖത്ത് പോലും നോക്കലില്ല. ബാബു പൊന്നേ, ആന്റിക്ക് കുഞ്ഞിനെ എടുക്കാൻ വയ്യാത്തരെ. മോളെ നീ എത്രയെന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക? നിന്റെ ഭർത്താവിന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ലേ? നീ ഒട്ട് പോകുന്നുമില്ല. ഞങ്ങൾ കൊണ്ടാക്കട്ടെ ചോദിച്ചാൽ അതും വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നീ ഇങ്ങനെ ആലോചിച്ചിരുന്നാലേ എന്തെങ്കിലും നിനക്ക് വല്ല അസുഖം വരും. നീ എന്താലോചിച്ച് ഇങ്ങനെ ഇരിക്കുക? ജോലിക്കും പോകുന്നില്ലല്ലോ. ഇവിടുന്ന് ജോലിക്ക് പോകാനും വരുന്ന അടുത്തല്ലേ. അന്ന് നീ നാളെ തുടങ്ങി ജോലിക്ക് പോ. ഞാൻ നാളെ തൊട്ട് പോവും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ വരാന്ന്. അത് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എന്താ? ഞാൻ ആർക്കും ഒരു ശല്യമൊന്നും ആവുന്നില്ല. എന്നാ അത് നല്ല കാര്യം. എൻ്റെ മോള് നാളെ തുടങ്ങി ജോലിക്ക് പോ. ചോറും കറിയൊക്കെ ഞാൻ നേരത്തെ വെച്ച് പാത്രത്തിലാക്കി തരാം. ഞാൻ പോവാണേ. പിന്നെ അമ്മ ഒരു പണി എടുക്കണ്ട കേട്ടോ. കുട്ടീനെ നോക്കണ്ട, അടുക്കളപ്പണി എടുക്കണ്ട. അമ്മ ഇവിടെ വെറുതെ ഇരുന്നാ മതി. ഇനിയിപ്പൊ അധികം പണിയെടുത്തതിനാൽ അവൾ അമ്മന്റെ തലയിൽ കയറിയിരിക്കും. അതൊന്നും എനിക്കറിയില്ലേ. മോള് സമാധാനത്തിൽ പോയിട്ട് വാ. ഞാൻ അവളോട് ഞങ്ങൾ സ്നേഹത്തിലൊന്നും പെരുമാറില്ല. എനിക്ക് വലുത് എൻ്റെ മോളെ ജീവിതമാണ്. അവളിവിടെ സുഖിച്ചിരിക്കുന്നുണ്ടല്ലോ. ശരി എന്നാ ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. മോള് പോയിക്കോ ജോലിക്ക്. എന്താ കറി ഉണ്ടാക്കണ്ടേ? ലച്ചുവിന് ഇഷ്ടമുള്ള കറി എന്തെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ ലച്ചുവിന്റെ ഇഷ്ടം നീ നോക്കണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും മതി. ഞങ്ങൾ 3 കട ആൾക്കാരല്ലേ. നിനക്ക് എന്താ ഇഷ്ടം അതൊക്കെ നീ വെച്ചുണ്ടാക്കി കഴിക്കി.
ഇവിടെ എന്താക്കുക അവിടെ? ആ കുഞ്ഞ് വന്ന് കരയുന്ന കണ്ടില്ലേ? ഇനി എടുത്തൂടെ? എന്റെ അമ്മ എന്തൊരു സൗണ്ടാ അത്! അമ്മ എടുത്ത് പാൽ കൊടുക്കാൻ നോക്ക്. കരച്ചിൽ തന്നെ കരച്ചിൽ, രാവിലെ തുടങ്ങിയ കരച്ചിൽ തന്നെ അത്. അതിന് വിശക്കുന്നുണ്ടോ? അതിൽ കൊടുക്ക്. നിനക്കത് വല്ല ഡിപ്രഷനൊക്കെ? നീ അത് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മ എനിക്ക് ഒരിക്കലൊന്നും തരണ്ട. കുഞ്ഞിനൊന്ന് കുളിപ്പിച്ചു കൊടുക്കമ്മേ, എനിക്ക് അറിയുന്നില്ല. അയ്യോ, കുളിപ്പിച്ചു തരണോ? മക്കളെ പ്രസവിച്ചാൽ മാത്രം പോരാ, അതിന് ഭക്ഷണം കൊടുക്കാനും എണ്ണ തേച്ച് കുളിപ്പിക്കാൻ അമ്മമാർക്ക് അറിയണം. എന്ത് വിചാരിച്ചു നീ വന്നതാ? അമ്മായിമ്മ ചെയ്തു തരും പറഞ്ഞട്ടാ? ഞാൻ ചെയ്തു തരില്ല, വേണേ പോയി കുളിപ്പിക്ക്. കുളിപ്പിച്ചു കൊടുക്കണത്രേ. ഓ, ഇവിടെ കിടക്ക് കേട്ടോ. അമ്മ കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് വരെ. കരയണ്ട. ഓ, അത് ഉറങ്ങിയോ? എന്റെ മോളെന്ന് എത്രയും നേരം ജോലിക്ക് പോയിട്ട് കാണാത്തത്? സമയം എത്രയെന്ന് പറഞ്ഞിട്ടാ? എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കി വെക്കട്ടെ, പാവം വിശന്നിട്ടായിരിക്കും വരിക. ഏട്ടാ, അമ്മയ്ക്ക് എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. ഇവിടെ ആരും കുഞ്ഞിനെ എടുക്കുന്നില്ല. ഞാനാണെങ്കിൽ കുഞ്ഞിനെ എടുക്കണം, അടുക്കളയിലെ പണിയും നോക്കണം. പണിയെടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവരെന്നോട് പെരുമാറുന്നതോ ഒരു സ്നേഹവും ഇല്ലാതെ. കുഞ്ഞിനെങ്കിലും ആരും എടുക്കണ്ടേ? ഇനി ഇവിടെ നിന്നതിൻ്റെ എനിക്ക് ഭ്രാന്താവും ഏട്ടാ. ഒന്നില്ലെങ്കിൽ ഏട്ടാ എന്നെയും കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോവും. ശരി ഏട്ടാ, എന്നാ അങ്ങനെ ചെയ്യും. ഞാൻ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് പറഞ്ഞാണ് കേട്ടോ. ഏട്ടന് വിഷമിക്കാൻ പറഞ്ഞതല്ല. എന്നാ ശരി ഏട്ടാ. ഇടി, നീ എന്തൊക്കെ ഞങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കണം എന്റെ മോന്റെ അടുത്ത്? കുടുംബം പിരിപ്പിക്കാൻ ഞാൻ അമ്മനെ കുറിച്ച് ഓളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളാണെങ്കിൽ കുഞ്ഞിനെ എടുക്കുന്നില്ല, എൻ്റെ അടുത്തും മിണ്ടുന്നില്ല. എന്താ അമ്മ ഇതൊക്കെ? ഇതേ ഒരു കുടുംബമാണ്. കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. അതാണ് മര്യാദയുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ. അതെന്തായാലും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ അമ്മേന്റെ മോള് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് നീ ഇവിടെ ഇരുന്ന് പെറുപെറുക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയും. അമ്മേ, ഞങ്ങൾ പോവാണേ. പോവേ? എങ്ങോട്ട്? ഇപ്പൊ ഞാനും എന്റെ കുഞ്ഞും എന്റെ വീട്ടിലേക്ക് പോവാ. ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ ദുബായിലേക്ക്. എന്ത്? ഇപ്പൊ നീയും കൂടി നിന്റെ വീട്ടിൽ പോയി നിൽക്കുക, എന്നിട്ട് എന്റെ മോൻ ദുബായിൽ നിന്ന് വന്നിട്ട് നിങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോകുകയെ? മോളെ, ഇവള് എന്തൊക്കെ ഭ്രാന്താ പറയുന്നത്? ഇവൾക്ക് ഭ്രാന്തായോ? അതോ എനിക്ക് ഭ്രാന്തായോ? ആ ചെക്കൻ എന്തെങ്ങനെ ചെയ്തത്? ദുബായിലേക്ക് നീ പോകുകയെ കുഞ്ഞിനെ എടുത്തിട്ട്? എന്റെ മോളെ, അയ്യോ. അമ്മ നിന്നെ മയം കിടക്കുന്നേ? ഓളോളെ പാട്ട് നോക്കിപ്പോയി. എന്തായിരുന്നു മരിയോളുടെ സ്നേഹം? അങ്ങനത്തെ വേണം, കണക്കായിപ്പോയി. മിണ്ടാതിരിക്കടി അവിടെ. നീയാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. അതിന് ഞാൻ എന്ത് ചെയ്തേ? നീ നിന്റെ ഭർത്താവിനോട് മര്യാദ ഇരുന്നാണെങ്കിലോ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ എത്ര നന്നായി പോയ കുടുംബം അത്. അതിന് ആരവരെ വിട്ടു പോകുന്നു? എന്റെ മോനല്ലേ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നീ ഇപ്പൊ ദിവസം ജോലിക്ക് പോകുന്നില്ലേ? 1 രൂപ പോലും ഇവിടെ തരുന്നുണ്ടോ? നിനക്ക് വേണ്ട ഡ്രസ്സ് എടുക്കും, ബാക്കി പൈസ നിന്റെ ബാങ്കിൽ തന്നെ ഇടും. നീ നോക്കിക്കോ, ഞങ്ങളെ അവരിട്ടിട്ട് പോയില്ലേ? ഞാനെന്താ നിങ്ങളെ നോക്കുന്നേ? എന്നെ നിങ്ങൾ കെട്ടിച്ചു വിട്ടതല്ലേ? ഞാൻ ഏട്ടനോട് പിണങ്ങിയെന്നേ ഉള്ളൂ, ബന്ധമൊന്നും വേർപ്പെടുത്തിയിട്ടില്ല. ഞാൻ എന്റെ പാട് നോക്കി പോകും. ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫ്ലാറ്റ് നോക്കാന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് നാളെ മറ്റന്നാളെ വേറെ ഫ്ലാറ്റിലേക്ക് മാറും. എടി ദുഷ്ടത്തി, നിന്റെ വർത്തമാനം കേട്ടില്ലടി ഞാൻ എന്റെ പൊന്നുപോലത്തെ മരുമോളെ ദ്രോഹിച്ചത്. എന്റെ ദൈവമേ, ഇനി എന്നെ ആരും നോക്കും?